കിടുക്കാച്ചി ടേസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു മുട്ട റോസ്റ്റ് റെസിപ്പിയാണിത്. ഗരം മസാലയുടെ അതിപ്രസരം ഒന്നും ഇല്ലാതെ തന്നെ കുക്കറിൽ ഒറ്റ വിസിൽ മതി സവാളയൊക്കെ ഓവറായിട്ട് വെന്ത് കുഴയാതെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണിത്. മുട്ട ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ആ ഉള്ളി മാത്രം മതി ചപ്പാത്തിയോ പൂരിയോ ഉപ്പുമാവോ പുട്ട് പൊറോട്ട എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഒരു 3 വലിയ സവാളയാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. തീ ഒരല്പം കൂട്ടി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഇത് വാടി കിട്ടിക്കോളും. ആ ഡാർക്ക് ഒരു പർപ്പിൾ കളർ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരും. കളർ മാറിയത് കണ്ടില്ലേ, ഇത്രയും മാത്രം മതി. ഇത് പെട്ടെന്നാകും. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത്, ഞാനിവിടെ ഒരേ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് വലിയൊരു പച്ചമുളകായിരുന്നു, ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2 ചേർക്കുക. ഇനി ഒരേ ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. നല്ല പഴുത്തൊരു തക്കാളി ചേർക്കുക. ഇനി തക്കാളി ഇട്ടതിന് ശേഷം ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലവണ്ണം ഒന്ന് കൂട്ടി ഇളക്കിയാൽ മാത്രം മതി. ഞാനിവിടെ വലിയ 3 സവാള എടുത്തപ്പോൾ ഒരു വലിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് പാകത്തിനുള്ള പുളി കിട്ടും. ഇനി വളരെ കുറച്ചാണ് ഉപ്പ് ചേർത്തത്. ഒരുപാട് ഉപ്പ് ചേർത്തിട്ട് കുക്കറിലടിക്കല്ലേ, ചിലപ്പോൾ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. ആ സവാളയ്ക്ക് ചെറുതായിട്ട് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി മാത്രം ഒരല്പം ചേർക്കുക, ബാക്കി പിന്നീട് ചേർക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരേ ഒരു തവി വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ റോസ്റ്റാണ് ചെയ്യുന്നതുകൊണ്ട് ഒറ്റ തവി മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഒറ്റ വിസിൽ മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ. ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ ഓപ്പൺ ചെയ്യാതെ അങ്ങനെ വെക്കുക. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഒരുപാട് കുഴഞ്ഞു പോകാതെ നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കും. ഇതിലിപ്പോഴേ ഇത്രയും വെള്ളമുണ്ട്. ഇത് മാത്രം മതി റോസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇത്രയും മതി. അഥവാ നിങ്ങൾ ഗ്രേവി ചെയ്യുന്നെങ്കിൽ ഒരു 2 തവി കൂടെ കൂടുതൽ ഒഴിക്കുക. ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടിയ ഉടനെ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. കൂടെ തന്നെ ഞാൻ വീണ്ടും ഒരേ ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണിത്. തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റിയെടുക്കണ്ട. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇങ്ങനെ പിരിഞ്ഞ് വരുവേ. ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ട് അത്രയും മതി. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. തൈരൊക്കെ പിരിഞ്ഞ് വരുന്ന പോലെ ഇതുപോലെ ഒന്ന് പിരിഞ്ഞ് വരുവേ. അത്രയും മതി. ഇനി ഇതിൽ ചേർക്കുന്നത് 1 സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിയുടെ അളവിൽ നിന്ന് ഒരല്പം കുറവായിട്ട് ഞാനിവിടെ മുളക് പൊടി ചേർക്കുകയാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർക്കാം. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് വേണം ഇതിന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർ എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കുക. ഇല്ലെങ്കിൽ എരിവുള്ളതും എരിവില്ലാത്തതും മിക്സ് ചെയ്താലും ഈ ഒരളവിൽ മുളക് പൊടി ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വേണേ ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയേ. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 1 അരയോ അല്ലെങ്കിൽ 3/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി പൊടിയുടെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണേ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നല്ല ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിന് എണ്ണ തെളിയും പെട്ടെന്ന് തന്നെ. തീ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ഡ്രൈ ആകും. അപ്പോൾ ആ പച്ച ടേസ്റ്റ് പോകത്തില്ല. അപ്പോൾ തീ കുറച്ച് തന്നെ ചെയ്യുക. ഇനി സവാളയൊക്കെ ചേർത്തതിന് ശേഷം ഒരുപാട് നേരമൊന്നും ഇതിനകത്തിട്ടൊന്നും വരട്ടിയെടുക്കത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് പൊടിയുടെ പച്ച ടേസ്റ്റ് മാറ്റിയിട്ട് വേണം സവാളയൊക്കെ ചേർക്കാൻ വേണ്ടി. സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്നാകും. അപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മൾ ഉള്ളിയൊക്കെ വിസിലടിച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് ഇത്
പൊടിയൊക്കെ ഇങ്ങനെ വഴറ്റിയെടുക്കാനുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റോസ്റ്റ് റെസിപ്പി തന്നെയാണിത്. ഇതാ പൊടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ എണ്ണയൊക്കെ പൊരിയാൻ തുടങ്ങിയിട്ടില്ലേ. കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കുക. ഇനി ഉള്ളിയൂടെ ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 2-3 ഐറ്റം കൂടെ ഒക്കെ ചേർക്കാനുണ്ട്. ഇനി തീ ഒട്ടും കൂട്ടി കൊടുക്കേണ്ട. ലാസ്റ്റ് വരെയും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. ഉപ്പ് ആദ്യമേ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി പാകത്തിന് ഉപ്പൂടെ ചേർക്കുക. ഇനി ഇതിൽ ചേർക്കേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. വേറെ ഗരം മസാലയുടെ ഐറ്റംസ് ഒന്നുമില്ല, പെരുംജീരകം മാത്രം. ഇനി ഒരു 2 നുള്ള വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഉണ്ടല്ലോ, അത് ചേർക്കുക. നല്ല ഫ്ലേവറാണ് ഉലുവപ്പൊടിയോടെ ചേരുമ്പോൾ. ഒരുപാട് ചേർക്കുകയും ചെയ്യരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെരുംജീരകം ഞാൻ എപ്പോഴും പൊടിച്ച് വെക്കുന്നത് തീ കുറച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും. പെരുംജീരകം അതായത് നമ്മൾ വെയിലത്തൊക്കെ വെക്കുമ്പോൾ ഒന്ന് ചൂടാകത്തില്ലേ, അതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആറിയതിന് ശേഷം നല്ലവണ്ണം പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. നല്ല ഫ്ലേവറാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ആ പെരുംജീരകവും ഉലുവപ്പൊടിയും ചേരുമ്പോഴത്തേനും നല്ലൊരു മണമാണ് ഇതിന്. ഇനി ആ ചെറു തീയിൽ തന്നെ ഇട്ട് 1 മിനിറ്റ് നേരത്തോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പെരുംജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളിലൊന്ന് പിടിച്ച് വരട്ടെ. എന്നിട്ട് വേണം മുട്ട ചേർക്കാനായിട്ട്. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി 1 നുള്ളു പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷെ ചേർത്താൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇനി മല്ലിയിലയൂടെ ചേർക്കുക. നല്ല ഫ്ലേവറാണ് മല്ലിയിലയോട് ഇതിനകത്ത് ചേർക്കുന്നത്. ഈ സമയത്തൊക്കെ നല്ല മണം വരാൻ തുടങ്ങും. ചിലർക്ക് ഇതിലും കൂടുതൽ ഡ്രൈ ആക്കി എടുക്കണം, കുറച്ചുകൂടി വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരട്ടിയെടുത്തതിന് ശേഷം മുട്ട ചേർത്താലും മതി. ഈ ഉള്ളിക്ക് ഭയങ്കര ടേസ്റ്റാണ്. മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവരെ ഈ ഒരു രീതി വരെ ചെയ്തെടുക്കുക. ഞാനിവിടെ 3 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 മുട്ട വരെ ചേർക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കുക. ഇതുപോലെ തീ കുറച്ച് തന്നെ ഇടണേ. ആ മുട്ടയൊക്കെ വരിഞ്ഞ് വെച്ചിട്ടില്ല, അതിനകത്ത് ആ പെരുംജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി 1 മിനിറ്റ് നേരത്തെ ഒന്ന് മൂടി വയ്ക്കാം കുറഞ്ഞ തീയിൽ. നല്ലതായിട്ട് അതിനകത്തൊന്ന് ചൂടായി ആവി കയറിയാൽ മാത്രം മതി. ഇതായിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചേറെ മല്ലിയിലൂടെ ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൂടെ ചേർക്കാം. എണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നുകൂടി ഇതിന് ടേസ്റ്റ് കൂടും. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല കിടുക്കാച്ചി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട് പോണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.